എടാ ഇവളുടെ ഈ ടെൻഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവൻ ഇന്ന് തന്നെ ഇവളെയും കൊണ്ട് പറക്കുമെന്ന. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ പറപ്പിക്കും. ദുബായിലേക്കല്ല, നരകത്തിലേക്ക്. അതെ, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ആള് ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. അത് നിങ്ങൾക്കൊന്നും വൈശാഖിന് അറിയാത്തോണ്ടാ. പണ്ട് എന്നോട് സിനിമയ്ക്ക് പോയെന്ന് കള്ളം പറഞ്ഞ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി അവളെ വിസയും കട്ടിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചോനാ. സൈക്കോ. അവൻ എന്ത് ചെയ്യും? 2 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫാ. മിക്കവാറും ഇന്ന് തന്നെ ഇങ്ങോട്ട് വരും. എടോ, താനിങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാതെ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ഒരാവശ്യം തനിക്കില്ല. പ്രേമിച്ച് ജീവിക്കേണ്ട സ്ഥാനത്ത് പേടിച്ച് ജീവിക്കരുത്. അവിടെ പ്രേമം ഉണ്ടാവില്ല, ജീവിതം ഉണ്ടാവില്ല. വൈശാഖ് ഇതാണ് വൈശാഖ്. എന്ത് ദിനോസറാ? ഒരു കാര്യം ചെയ്യ്, നീ മുന്നേക്ക്. അപ്പം ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണല്ലേ ഇവൻ്റെ കൂടെ തന്നെ. നാണമുണ്ടോടി നിനക്ക്? അവിടെ ഒരുത്തിനും ഇവിടെ ഒരുത്തിനും. ഡാ, മര്യാദയ്ക്ക് ഇവളുടെ കൂടെല്ലാം നടത്താൻ നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഒട്ടകമന്തിയാകും. നിന്നോടാ? മനസ്സിലായി. വൈശാഖ പ്ലീസ് ഇവിടെ സീൻ ഉണ്ടാക്കരുത്. അയ്യോ, എന്ത് സീൻ? ആരടിവൻ? എന്ത് കണ്ടിട്ട് നീ അവൻ്റെ കൂടെ നടക്കണേ? നടത്താൻ മാത്രമല്ലോ അതോ വേറെ വലുതുണ്ടോ? അയ്യേ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്ത് മര്യാദ? ആദ്യം ആ മര്യാദ നീ എന്നോട് കാണിക്കണം, മനസ്സിലായോ? പണ്ടേ നിന്റെ തന്ത തെണ്ടി നടത്തുമ്പോൾ ആ പിടിവെളി ഞാൻ ഇട്ട് കൊടുത്തത്. എൻ്റെ പിടിവെളിയിലാടി നീ നിന്റെ തന്തക്ക് ഇപ്പം ഞെളിഞ്ഞ് നടക്കുന്നേ. ആദ്യം എന്നോട് കാണിക്കും മര്യാദ. ഒന്നാവശ്യം പറയരുത് വൈശാഖ. എന്താനാവശ്യം? ഈ മരത്തവള പോലുള്ളവൻ്റെ കൂടെ നിങ്ങൾക്ക് ഇളക്കി നടക്കാല്ലേ? നിന്റെ കാമുകനാണ് അവൻ. പറയടി, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? ഞാൻ മാറി തരണോ? പറ, നിനക്കിഷ്ടാണോ? എനിക്കിഷ്ടമാണ്.